ശിശുക്കളെ ഞാൻ സുന്ദരമായ ദേശം പറയുന്നത്. അനേകർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടുത്തെ സഭയിൽ വന്നു ചേരുന്ന ഒരു കാലം സർവീസിന് പറയാനുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മനോഹരമായ ഒരു ദേശം, മനോഹരമായ ഒരു സഭ, അതായിരുന്നു സർദീസ് എന്ന് പറയുന്നത്. പക്ഷേ അതെല്ലാം, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ജീവൻ, അതിന്റെ മൂല്യം എല്ലാം നശിപ്പിച്ചു. സ്തോത്രം, സ്തോത്രം. അതെല്ലാം നശിപ്പിച്ചു. ഹല്ലേലൂയ. ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവനില്ലാതെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അസ്തമിച്ചതിന് തുല്യമായാണ് സർവീസിന്റെ കിടപ്പ്. ഞാൻ ഈ ഭാഗം ദൈവാത്മാവ് എനിക്ക് തന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, 2025 അവസാന
ദിവസം ഈ ദൂത് എന്നെ കൊണ്ട് കർത്താവിന് പറയിപ്പിക്കണോ? സ്തോത്രം. ദൈവാത്മാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, പുതിയൊരു വർഷം പരിശുദ്ധാത്മാവ് അനുവദിച്ചു തരുന്നുണ്ടെങ്കിൽ നീ പറയണം, ചത്തിരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരാഴമേറിയ ദൂതാണ്. ഹല്ലേലൂയ. പുതിയൊരു കാലഘട്ടം, പുതിയൊരു സമയം, പുതിയൊരു അവസരം പരിശുദ്ധാത്മാവ് നമുക്ക് അനുവദിച്ച് തരുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ദൂത് ഞാൻ നിങ്ങളോട് പറയുന്നു, ചത്തിരിക്കരുത്, ചത്തിരിക്കരുത്. ഹല്ലേലൂയ. എവിടെങ്കിലും മരിച്ച അവസ്ഥയുണ്ടെങ്കിൽ ഇന്നത്തെ പകലത്തെ ശുശ്രൂഷയിൽ ജീവൻ പ്രാപിച്ചോണം. എവിടെങ്കിലും പിന്മാറ്റ അവസ്ഥയുണ്ടെങ്കിൽ ഇന്നത്തെ പകലിൽ മാനസാന്തരപ്പെട്ടോണം. എവിടെങ്കിലും ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ ഇന്നത്തെ പകലിൽ രൂപാന്തരപ്പെട്ടോണം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചത്തൊരു കൂട്ടത്തെ അല്ല ദൈവത്തിന് ആവശ്യം, ജീവനുള്ള ഒരു കൂട്ടത്തെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് എന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവനോട് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ചത്തതിനെ അല്ല ദൈവത്തിന് ആവശ്യം. കർത്താവിനോട് പറഞ്ഞു, ജീവനുള്ള ചിലതിനെ ഞാൻ അന്വേഷിക്കുന്നു, ജീവനുള്ള ചിലതിനെ എനിക്ക് വേണം എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം, ചത്തതിനെ ദൈവത്തിന് ആവശ്യമില്ല, ചത്തിരിക്കുന്നതിനെയും ദൈവത്തിന് ആവശ്യമില്ല, ചത്തതുപോലെ ഇരിക്കുന്നതിന് ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം ജീവനുള്ളതിനെയാണ്. ജീവന ഗതികമായ ജീവനല്ല, ആത്മാവിന്റെ ജീവനുള്ളതിനെയാ ദൈവത്തിന് ആവശ്യം. 26 ദൈവം നമുക്ക് നൽകുന്നെങ്കിൽ ദൈവരാജ്യത്തിന് ജീവനുള്ള ചിലതിനെ വേണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയിൽ എന്നോട് വ്യക്തമായി സംസാരിച്ചു. സ്തോത്രം. മരിച്ചതിനെ ഒന്നും ദൈവത്തിന് വേണ്ട. താഴ്വരയിലേക്ക് ഇറങ്ങിയ പ്രവാചകനോട് ഉണങ്ങിയ അസ്ഥികളെ നോക്കിക്കൊണ്ട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? അല്ലെ പ്രവാചകന്റെ മറുപടി, ദൈവമേ നീ അതറിയുന്നു, നീ അതറിയുന്നു. ഉടനെ ദൈവം പറഞ്ഞു, നീ കാറ്റിനോട് പ്രവചിക്കുക. ഹല്ലേലൂയ. ദൈവം പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗിച്ചതിനനുസരിച്ച് പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ, മാംസം വരേണ്ടിടത്ത് മാംസം, ത്വക്ക് വരേണ്ടിടത്ത് ത്വക്ക്, ജീവൻ വരേണ്ടിടത്ത് ജീവൻ, ചെതറിക്കിടന്നതൊക്കെ ചേർന്ന് വന്നെന്ന്, ചെതറിക്കിടന്നതൊക്കെ ചേർന്ന് വന്നു. എന്താ? ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്ന താഴ്വാരത്തേക്ക് ഇറങ്ങിയ ആ മനുഷ്യൻ തിരിച്ചു കയറുമ്പോൾ ജീവനുള്ള ഒരു കൂട്ടത്തെ കൊണ്ടാണ് ആ മനുഷ്യൻ തിരിച്ചു കയറുന്നത്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഉണങ്ങിയ ചിലതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കാറ്റ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അകത്ത് വീശണം. അവരിലേക്ക് ജീവന്റെ ശ്വാസം വരേണ്ടതിന് കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റ് വന്നതുപോലെ ഇന്ന് പകൽ ചത്തിരിക്കുന്ന ജീവന്റെ കാറ്റ് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നവങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ള ചിലതിനെ വേണം, ദൈവത്തിന്റെ ജീവൻ ചിലതിനെ ആവശ്യമുണ്ട്. ഈ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കുമെങ്കിൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ജീവനുള്ളതിനെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സർദീസിനെ നോക്കി ദൈവം പറഞ്ഞത് ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ ജീവനില്ല, ഇപ്പൊ മരിച്ചതുപോലെ. പരിശുദ്ധാത്മാ ശക്തമായിട്ട് പറയുന്നു, നിന്റെ ഈ പോക്ക് പോയാൽ ഹല്ലേലൂയ അത് നിനക്ക് ദോഷമാണ്. സ്തോത്രം ചെയ്യുന്നു.
എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ തീരുമാനമെടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ പ്രാർത്ഥന എന്തിയെ, പഴയ ആരാധന എന്തിയെ, പഴയ സ്തുതിസ്തോത്ര യാഗങ്ങൾ എന്തിയെ, പ്രാർത്ഥനയോടുള്ള പഴയ കൂർ എന്തിയെ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, അവസരം കിട്ടിയാലും ഹല്ലേലൂയ, ഹല്ലേലൂയ, അവസരങ്ങൾ കിട്ടിയാലും മാറിയും പതുങ്ങിയും മറ്റുള്ളത് മാത്രം മറ്റുള്ളതിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് ജീവിതത്തെ മാറ്റുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ അറിയാതെ നീ ചത്തോണ്ടിരിക്കുക, നീ അറിയാതെ നീ ചത്തോണ്ടിരിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ജീവിപ്പിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരണം. മരിച്ചു കിടക്കുന്ന ഇടത്തേക്ക് ഈ വചനം ജീവനായി ഇറങ്ങട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉപദേശങ്ങൾ കൂടുതലാണ്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ മേഖലകളെ നിങ്ങൾ ദൈവസന്നിധി ക്രമീകരിച്ചെടുത്തോണം. സ്തോത്രം ചെയ്യുന്നു. സർദീസ് സഭയോട് ശക്തമായി ദൈവം ഇടപെടുന്ന ദൂത് ജീവനുണ്ടായിരുന്നു, മരിച്ചു. മുൻപുള്ള സഭകളോടൊക്കെ, ഇതിനു മുമ്പ് ദൈവം ഇടപെട്ട സഭകളോടൊക്കെ അവരുടേതാകുന്ന നല്ല വശങ്ങളാണ് ദൈവം പറഞ്ഞു തുടങ്ങുന്നത്. നല്ല വശങ്ങൾ ദൈവം പറഞ്ഞു തുടങ്ങി. അവരുടെ ഗുണം ദൈവത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ സർദീസിലേക്ക് വന്നപ്പോൾ അവരുടെ കുറവായി വെളിപ്പെടുത്തി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഈ നഗരത്തെ കുറിച്ച് പറയുന്നത് വളരെ സമൃദ്ധിയുടെ കാലമുണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു ഈ നഗരം. വളരെ സമൃദ്ധി ഉണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു ഇത്. അല്ലെങ്കിൽ ഇതിന്റെ നഗരവാതിലൂടെ സ്തോത്രം, ഹല്ലേലൂയ, ലോകസ് എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ടെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. ലോകസ്, ആ നദിയിലൂടെ സ്വർണം വരെ ഒഴുകുന്ന ഒരു കാലം സർദീസിന്റെ ആ ഹല്ലേലൂയ അതിർത്തി നഗരത്തിലൂടെ ഒഴുകുന്ന സ്തോത്രം, ഹല്ലേലൂയ, പാറ്റോലസ് എന്ന് പറയുന്ന ആ നദിയില് സ്വർണം വരെ ഒഴുകിയ കാലം ഉണ്ടായിരുന്ന ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം പറയപ്പെടുന്നത്. ഹല്ലേലൂയ, സമ്പന്നമായ സ്തോത്രം നഗരമായിരുന്നു. സമൃദ്ധി കൊണ്ട് നിറഞ്ഞു, സമ്പന്നം കൊണ്ട് നിറഞ്ഞു. അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയിൽ സ്വർണം വരെ ഹല്ലേലൂയ ഒഴുകിപ്പോയ കാലഘട്ടം ഉണ്ടായിരുന്ന നഗരമാണ് സർദീസ് എന്ന് പറയുന്ന ആ നഗരം. പക്ഷേ പ്രിയപ്പെട്ടവരെ, സമൃദ്ധി കൊണ്ട് നിറഞ്ഞ, സമ്പന്നത കൊണ്ട് നിറഞ്ഞ ആ നഗരം അഹങ്കരിച്ചു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട്, സമൃദ്ധി കൊണ്ട് നിറഞ്ഞ ആ നഗരം എന്ത് ചെയ്തു? അഹങ്കരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ അഹങ്കാരമാണ് അവരുടെ നാശത്തിന് കാരണം. 2025 പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയുന്നു, അഹങ്കരിക്കരുത്. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അത് നാശത്തിലെ അവസാനിക്കുന്നുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, സമ്പന്നം കൊണ്ടും സമൃദ്ധി കൊണ്ടും നഗരം അതിൻ്റെതാകുന്ന മഹിമയിൽ ഉണർന്നു നിന്ന സമയത്ത് അവർ അഹങ്കരിച്ചു. ആ സമയത്താണ് ഹല്ലേലൂയ കോരേശ് പട്ടണത്തെ തകർക്കുന്നത്, ആ പട്ടണത്തെ പിടിച്ചടക്കുന്നത്. ആ ഒരു സമയത്താണ് ഹല്ലേലൂയ കോരേശ് ഈ പട്ടണത്തെ പിടിച്ചടക്കുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്നവർ ഉറങ്ങുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്നവർ ഉറങ്ങിയ ഒരു സമയത്താണ് കോരേശ് ഈ പട്ടണത്തെ പിടിക്കുന്നത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, സ്തോത്രം. ഈ പട്ടണത്തെ പിടിച്ചത് അവിടുള്ള ജനം ഉണർന്നിരുന്നപ്പോഴല്ല, അവിടുള്ള ജനം ഉറങ്ങിയപ്പോൾ ഈ പട്ടണത്തെ പിടിച്ചത്. അതിനുശേഷം അലക്സാണ്ടറിന്റെ കാലഘട്ടത്തിലും ഈ പട്ടണം ഹല്ലേലൂയ തകരാനുള്ള കാരണം, ഈ പട്ടണത്തെ അലക്സാണ്ടർ പിടിച്ചത് ഹല്ലേലൂയ അവർ ഉറങ്ങിയ സമയത്താണെന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? എന്താ? ജീവനുണ്ടായിരുന്നു, മരിച്ചവരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞതുകൊണ്ട്
അകത്തെ ജീവൻ നഷ്ടപ്പെട്ടു, അകത്തെ ജീവൻ നഷ്ടപ്പെട്ടു. അതാണ് പറഞ്ഞത്. എത്ര പേർക്ക് മനസ്സിലായി? അവൻ ഉറങ്ങിയപ്പോഴാണ് പട്ടണം പിടിച്ചത്. അവൻ അർത്ഥമുണ്ട്. നീ ഉണർന്നിരിക്കുന്ന സമയത്ത്, നീ ഉണർന്നിരുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ ഇന്നത്തെ പ്രശ്നമല്ല. മുന്നോട്ട് 2026 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, അവർ ഉറങ്ങിയ കാലഘട്ടത്തിൽ സമയത്ത് അവരുടെ പട്ടണത്തെ പിടിച്ചടക്കി. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ട് സ്വഭാവം: ഒന്ന് അഹങ്കാരികൾ, രണ്ട് മടിയന്മാർ. എന്തോ ഒന്ന് നിങ്ങൾ പറയുന്നത്, ഒന്ന് അഹങ്കാരം, രണ്ട് മടി. അഹങ്കാരവും മടിയും കാരണം ഇവരുടെ പട്ടണത്തെ പലതും പിടിച്ചടക്കി. മനസ്സിലായോ? സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. അവരുടെ പട്ടണത്തെ കുറിച്ച് അവർക്ക് അഭിമാനമായിരുന്നു. സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, പേരുകേട്ട പട്ടണം, അറിയപ്പെടുന്ന പട്ടണം. അവർക്ക് അഹങ്കാരമുണ്ടായിരുന്നു. അതിനോടൊപ്പം അവർക്ക് മടിയുമുണ്ടായിരുന്നു. ആ രണ്ട് സ്വഭാവമാണ് ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ പട്ടണത്തെ പലതും വന്ന് കീഴ്പ്പെടുത്തിയത്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയാം, നിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ അഹങ്കരിക്കരുത്, നീ മടി കാണിക്കരുത്. ഉണരാൻ ദൈവത്തിന്റെ ആത്മാവ്, അതാ പ്രവചന ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ എഴുതിയത്. നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളിൽ ആ ജീവൻ കാണുന്നില്ല, നിങ്ങളിൽ ആ ജീവൻ കാണുന്നില്ല. അതിന് അഹങ്കാരമുണ്ട്, മടിയുണ്ട്. ഇന്നവക ദൈവാത്മാ പറയുന്നത്, ആ ജീവനിലേക്കൊന്ന് മടങ്ങി വാ, ആ ജീവനിലേക്കൊന്ന് മടങ്ങി വാ. ഒരു വർഷം കൂടെ ദൈവം നമുക്ക് അനുവദിച്ചു തന്നാൽ ഹല്ലേലൂയ, സത്യത്തിന് തുല്യമായിട്ടല്ല, ജീവനോട് 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 അകത്ത് ഇന്നലകളിൽ പ്രാപിച്ച ജീവൻ നഷ്ടപ്പെട്ടു കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചരിത്രം പറയുന്നത്, അങ്ങനെ അവർ മരിച്ച ഒരു സാഹചര്യത്തിലാണ് യോഹന്നാനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂതറിയിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം, ഉണരുക. വരാമൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. കാരണം കർത്താവായ യേശു ക്രിസ്തു നൽകി തന്ന ഈ ദൂത് അവർക്ക് വ്യക്തമായിട്ട് അവർക്ക് തിരിച്ചറിയാം. അതിന്റെ ഗൗരവം എന്താണെന്ന് അവർക്കറിയാം. കാരണം അവർ ഉറങ്ങിയപ്പോഴാണ് പലതും അവർക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഉറങ്ങിയപ്പോഴാണ് അവർക്ക് പലതും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഉണരുക എന്നൊരു ദൂത് വന്നാൽ അതിന്റെ ഗൗരവം സർദീസുകാർക്ക് അറിയാം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഉണരാൻ അവരോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ദൂതിന്റെ വില, ഗൗരവം, സീരിയസ്നെസ് എന്താണെന്ന് കൃത്യമായിട്ട് സർദീസുകാർക്ക് അറിയാം. സ്തോത്രം, അവർക്കതറിയാം. ഹല്ലേലൂയ. എന്താ കാരണം? എന്താ കാരണം? അവർ ഉറങ്ങിയപ്പോൾ അവർക്ക് പലതും നഷ്ടപ്പെട്ടു. അവർ ഉറങ്ങിയപ്പോൾ പലതും അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ദൈവ നിയോഗത്തോടെ വിളിച്ചു പറയാ, ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ വരുന്ന പലരും ചത്തിരിക്കുക. എനിക്കറിയാം. സ്വോത്ര, പലതും ചത്തിരിക്കുക. ജീവനുണ്ടെന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇന്നലകളിൽ പ്രാപിച്ച ജീവനില്ല, ഇന്നലകളിൽ പ്രാപിച്ച ജീവനില്ല.
സ്തോത്രം. അല്ലെ, പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കാത്തവരുണ്ട്, ആരാധനയ്ക്ക് വില കൊടുക്കാത്തവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് തിരക്കുണ്ടാക്കിയിട്ടല്ലാത്ത സമയം തിരക്കില്ലാത്തവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുക. നിനക്കൊരവസരം ദൈവം തന്നാൽ, അല്ലെങ്കിൽ ജീവൻ പ്രാപിച്ചില്ല എങ്കിൽ തമ്പുരാന്റെ ന്യായവിധിയുടെ കരമിറങ്ങുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നിരാശപ്പെടുത്താൻ പറയില്ല. അല്ലെങ്കിൽ ദൈവത്തെ ഭയക്കുന്നത് കൊണ്ട് പറയുന്നു, ദൈവത്തെ ഭയമുള്ളത് കൊണ്ട് പറയുന്നു. ദൈവം പകർന്ന ജീവനെ നഷ്ടപ്പെടുത്തിയാൽ ദൈവത്തിന്റെ കരം സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും, നിങ്ങൾ ആരാധിച്ചാലും, നിങ്ങൾ ആരാധിച്ചില്ലേലും എനിക്കത് പ്രശ്നമല്ല. ദൈവത്തിന്റെ ആത്മാവിനോട് ഇന്ന് ഇടപെട്ടിട്ടുണ്ട്. ഈ 2025 തീരുന്ന ഇന്ന് വേണം ഇത് പ്രസംഗിക്കാൻ, ഇന്ന് വേണമെന്ന് പറയാൻ. അടുത്ത വർഷം പറയുന്നതിന് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ 2026ലേക്ക് രംഗപ്രവേശനം ചെയ്യുമ്പോൾ 25 തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ നിന്റെ ഈ പോക്ക് പോയാൽ സ്തോത്രം, സ്തോത്രം. ഈ പോക്കും കൊണ്ട് 2026 പോകാമെന്ന് ചിന്തയുണ്ടെങ്കിൽ അധിക നാള് നീ ഓടത്തില്ലെന്ന് ദൈവാത്മാവ് ഇടപെടുക. അധിക നാള് നീ ഓടത്തില്ല. തമ്പുരാന്റെ സന്ദർശനം വരുന്നതിന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സന്ദർശനം വരുന്നതിന്റെ ജീവിതത്തിൽ ഇന്നവനെ ദൈവാത്മാവിനോട് ഇടപെടുക. പ്രായവ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരോടും സഹോദരന്മാരോടും മുതിർന്നവരോടെല്ലാം ദൈവാത്മാവ് ഒരുപോലെ ഇടപെടുകയാണ്. ദൈവം അവസരം തരിക, തീരുമാനം അവസരം തരിക. ഇന്ന് പകലിൽ ദൈവാത്മാവിനോട് പറയുന്നു, ജീവനില്ലാതെ ഇരിക്കരുത്. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടോ? ഉള്ളവർക്കായി സ്തോത്രം. ആരാധനയ്ക്ക് ജീവനുണ്ടോ? ഉള്ളവർക്കായി സ്തോത്രം. ആത്മീയ മനുഷ്യന് വേണ്ടുന്ന പോലെ ആരോഗ്യമുണ്ടോ? ഉള്ളവർക്കായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ശുശ്രൂഷിക്കാൻ പോയപ്പോ അവിടെ പറഞ്ഞ പോലെ പലതിൽ ദൈവം വെളിപ്പെടുത്തിയ പലതിന്റെ ആത്മമനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം വളരെ ക്ഷീണിച്ച്. ഞാൻ പറഞ്ഞ അല്ല, ആത്മമനുഷ്യനെ MRI ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ സ്തോത്രം. ഇദ്ദേഹം ടെക്നീഷ്യൻ. ആത്മമനുഷ്യനെ MRI ചെയ്ത് നോക്കാൻ പറ്റുമായിരുന്നെങ്കിലോ? ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിന്റെ ആത്മമനുഷ്യൻ എത്രത്തോളം കരുത്തുള്ളതാണെന്ന്. ഞാൻ ഈ ദൂതെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞ് ഒരച്ഛൻ എന്റെ അടുത്ത് വന്ന് പറയാ, എന്റെ പൊന്നു പാസ്, ദൂത് എന്നോടാ, എന്റെ ആത്മമനുഷ്യൻ ഐസിയിലാണ്. അച്ഛൻ എന്നോട് പറയാ, അദ്ദേഹം എന്റെ പൊന്നു പാസ്, എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ആത്മമനുഷ്യൻ ഐസിയിൽ കിടക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞ അച്ഛ, ഐസിയുവിൽ ഇട്ടിട്ട് കാര്യമില്ല. ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ആത്മമനുഷ്യൻ ബലപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, ശക്തിപ്പെടട്ടെ. ഞാൻ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം. നീ ജീവിച്ചിരിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ അകത്തെ മനുഷ്യനെ നീ കൊന്നുകളയരുത്. നിന്റെ അകത്തെ മനുഷ്യനെ നീ കൊന്നുകളയരുത്. നിന്റെ നല്ല പ്രവൃത്തിയെ നീ കൊന്നുകളയരുത്. നിന്നെ കുറിച്ചുള്ള ദൈവവചനയെ നീ കൊന്നുകളയരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തെ നീ കൊന്നുകളയരുത്. നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവീക മനസ്സിനെ നീ ഇല്ലാതാക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ബൈബിൾ എല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി ബൈബിളിൽ നോക്കിയിരിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് നിയോഗിച്ചാൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് ഇടപെടുന്നു. സർദീസേ, നീ ഉറങ്ങിയപ്പോഴാണ് നിനക്ക് നാശം വന്നത്. സർദീസേ, നീ ഉറങ്ങിയപ്പോഴാണ് നിനക്ക് തകർച്ച വന്നത്. സർദീസേ, നീ ഉറങ്ങിയപ്പോഴാ നിന്റെ നല്ല അനുഭവങ്ങൾ ഇല്ലാതായത്. നിന്റെ പട്ടണത്തിന്റെ സൗന്ദര്യം, നിന്റെ പട്ടണത്തിന്റെ സമ്പത്ത്, നിന്റെ
നഷ്ടപ്രദമായ അനുഭവങ്ങൾ, നിന്റെ ആത്മീയ നിലവാരങ്ങൾ, നിന്റെ സഭയുടെ ഉയർച്ചകൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടത് നീ ഉറങ്ങിയപ്പോഴാ. ദൈവത്തോട് ഇടപെടുന്നു. ഇനിയും ഉറങ്ങാൻ സമയമില്ല, ഇനിയും ഉറങ്ങാൻ നേരമില്ല, ഇനിയും ഉറങ്ങാൻ കാലമില്ല. വിളിച്ചറിയിക്കുമ്പോൾ ഇനി ഉണരുന്ന ഒരു കൂട്ടത്തിനെ, ദൈവത്തിന്റെ ഒരു കൂട്ടത്തിനെ ദൈവം അന്വേഷിക്കുന്നു. ഇതിനകത്ത് എഴുതട്ടെ, ഇതിനകത്ത് എഴുതട്ടെ. സ്തോത്രം. രണ്ട് കാര്യം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. ആ രണ്ട് കാര്യം വെളിപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കും. എവിടാ നിങ്ങൾ വീണത്? എവിടാ നിങ്ങൾക്ക് നഷ്ടമുണ്ടായത്? എവിടാ നിങ്ങൾക്ക് തകർന്നത്? എവിടാ നിങ്ങളുടെ ജീവൻ പോയത്? എവിടാ നിങ്ങൾ തകർന്നു പോയത്? എവിടാന്നറിയാവോ? നീ ഉറങ്ങിപ്പോയപ്പോ, നീ ഉറങ്ങിപ്പോയപ്പോ, നീ ആരാധനയിൽ ഉറങ്ങി, നീ പ്രാർത്ഥനയിൽ ഉറങ്ങി, നിന്റെ പേഴ്സണൽ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ള ജീവിതത്തിൽ നീ ഉറങ്ങി. അതിൻ്റെ അകത്ത് കാത്തു സൂക്ഷിച്ച ജീവനെ, പുനർവിനെ നീ നഷ്ടപ്പെടുത്തി. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തിനോ ചരിത്രം വെച്ചോണ്ട് ഞാൻ പറയുന്നു, ഉറങ്ങിയ പട്ടണത്തെ ശത്രു പിടിച്ചെങ്കിൽ, ഉറങ്ങിയ പട്ടണത്തെ കീഴിൽ മറിച്ചെങ്കിൽ, ഉറങ്ങിയ പട്ടണം അധപ്പതിച്ചെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിപ്പോകുന്നവൻ രക്ഷപ്പെടത്തില്ല. ആത്മീയ ജീവിതത്തിൽ ഉറങ്ങുന്നവൻ രക്ഷപ്പെട്ടുകൊള്ളത്തില്ല. അവന്റെ മുമ്പിൽ വലിയൊരു അധപ്പതനത്തിന്റെ തുടക്കമാണ്. ഞാൻ ഇത്രയും ഗൗരവത്തോടെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ആവരുത്. ഈ പ്രസംഗിക്കുന്ന ഞാൻ അങ്ങനെ ആവരുത്. അതുകൊണ്ട് ദൈവനിയോഗത്തോടെ ഞാൻ പറയുന്നത്, സ്തോത്രം ചെയ്യുന്നു. തോന്നുന്ന പോലെ പോകരുത്, തോന്നുന്ന പോലെ നിൽക്കരുത്. ഈ സ്നാനപ്പെട്ടല്ലേ? സ്തോത്രം. അതിനനുസരിച്ച് ജീവിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെറുപ്രായത്തിൽ തന്നെ അഭിഷേകത്താൽ നിറഞ്ഞ പിള്ളേരായിരുന്നു, അല്ലടാ? അല്ലേ? അതിനനുസരിച്ച് മുമ്പോട്ട് പോക്കണം. പറഞ്ഞു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതും ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങരുത്. ആത്മീയ മനുഷ്യൻ ഉറങ്ങരുത്. ആത്മ മനുഷ്യൻ ഉറങ്ങിപ്പോകരുത്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോ രണ്ട് കൈ കടിച്ച് ആർക്കും മനസ്സിലാക്കാത്ത അന്യഭാഷയിൽ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഇടിവെട്ട് പ്രസംഗം പ്രസംഗിച്ച് ഹല്ലേലൂയ സ്തോത്രം പോയത് കൊണ്ട് ആത്മ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സന്ദേശം 2026 ഈ പോക്ക് പോകാൻ പറ്റത്തില്ല, പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ജീവനുള്ള ഒരു കൂട്ടത്തെ വേണം. ദൈവം എന്നോട് ഇടപെട്ട ദൂതത, എന്നോട് ദൈവം ഇടപെട്ട ദൂതത, എനിക്ക് ജീവനുള്ള ഒരു കൂട്ടത്തെ വേണം. പ്രതികൂലങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ, ശത്രു എത്ര പോരാടിയാലും, എന്തെല്ലാം എതിർത്താലും, അതിനെ മരിക്കാത്ത ജീവനുള്ള
സ്തോത്രം, സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഒന്നാമത്തെ കാര്യം സർദീസിനോട് ദൈവം പറയുന്ന ഒന്നാമത്തെ കാര്യം, തിരുത്താൻ അവസരം, തിരുത്താൻ അവസരം. രാമൻ പറഞ്ഞേ, ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ജീവൻ ഇല്ല. കുറ്റവാദയോ പറഞ്ഞു, അല്ലേ? അല്ലേ? കുറ്റവാദയോ പറഞ്ഞു, കുറ്റവാദ പറഞ്ഞു. സ്തോത്രം, കുറ്റവാദയോ പറഞ്ഞത്. പക്ഷേ കുറ്റം പറഞ്ഞിട്ട് വിട്ടില്ല ദൈവം. ദൈവം പറഞ്ഞു തിരുത്താൻ ഒരു അവസരം ഉണ്ട്. രാമൻ എത്ര പേര് പറയും? സർദീസിനെ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല. രാമൻ പറയാമോ? സർദീസിനെ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല. വല്ല പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. സ്തോത്രം. അവിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ അവരെ തണുപ്പിച്ചു കളഞ്ഞ സഭ അതാണ് സർദീസ്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞു? യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന പലതിനെയും അവിശ്വാസികൾ എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്തെ തണുപ്പിച്ചു. സ്തോത്രം. നീ കൂട്ടുകൂടുന്ന കൂട്ടിട്ട് വേണം. സ്തോത്രം. നിന്റെ വിശ്വാസത്തിനും നിന്റെ ആത്മീയ ജീവിതത്തിനും ദോഷം വരും, പോറലേൽക്കുമെന്ന് ഉറപ്പുള്ളവരുമായിട്ട് നീ കൂട്ടുകൂടല്ല. അവന് പോകാനൊന്നുമില്ല, നിനക്ക് പോകാനുണ്ട്. ആ ഓർമ്മ വേണം. അവനുമായിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള നിന്റെ സംസാരം, നിന്റെ ഇടപെടൽ, നിന്റെ പ്രവർത്തനം, നിന്റെ ആത്മമനുഷ്യന് ദോഷം വരുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് കുറവ് വരുന്നെങ്കിൽ, കെട്ടിപ്പിടിക്കുന്ന പരിപാടിയെല്ലാം വിട്ടേര്, തോളത്ത് കൈയിടുന്ന പരിപാടി വിട്ടേര്. പകലെന്നില്ല രാത്രിയെന്നില്ല കുത്തിയുള്ള വിളിയ സംസാരവും വിട്ടേര്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സർദീസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. വിശ്വാസികളായവരെ പോലും അവിശ്വാസികളുടെ സ്വാധീനം, സാമീപ്യം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ തണുപ്പിച്ചെന്ന്. മനസ്സിലായോ പറഞ്ഞേ? ചിലപ്പോ നല്ല പവറിലായിരിക്കും നമ്മൾ വരുന്നത്. സഭയുടെ അകത്ത് വന്ന് രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ ആ പ്രാപിച്ച എല്ലാം കൂടെ ഒറ്റ ബലൂണ്, കാറ്റ് ഊതി വീർപ്പിച്ച ബലൂണിന്റെ കാറ്റടിച്ച് വിടുന്ന പോലെ പോകും. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് പറയും, ഈ നാളുകളിൽ വിവേചിച്ച് ചേർത്ത് നിർത്തേണ്ടതിനെ മാത്രം ചേർത്ത് നിർത്തിയാൽ മതി. രാമ്യം പറഞ്ഞാട്ടെ, ദൈവത്തെ അറിയാത്തവനോട് നീ ദൈവത്തെ കുറിച്ച് പറ, അവൻ ഭയത്തോടെ കേൾക്കും. ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറ്റത്തിൽ പോയവനോട് നീ പറയാൻ പോകരുത്, അവൻ കേൾക്കൂ, അവൻ കേൾക്കൂ. മോശയുടെ ദൈവം ആ ദൈവം സർപ്പത്തിന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച പുള്ളി കുറച്ചു മാസം കഴിയുമ്പോൾ വീഡിയോ ഇട്ടിരിക്കുക, മോശയുടെ ദൈവമല്ല, ദൈവം സർപ്പമാണ് ദൈവം. കണ്ടായിരുന്നു? കുറച്ച് കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷം കണ്ട ഒരു ഉപദേശിയ മോശയുടെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം എന്ന് പ്രസംഗിച്ച പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ വന്നിരിക്കുക, താമ്രസർപ്പത്തെ ഉണ്ടാക്കി, അത്യസർപ്പം, ഹല്ലേലൂയ സ്തോത്രം, സകലത്തിനെ നശിപ്പിച്ചു. ആരാ ദൈവം? സർപ്പമാണ്. ഞാൻ പറഞ്ഞ വല്ല മനസ്സിലായോ? പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. 2026 ദൈവാത്മാവ് നിനക്ക് അവസരം തന്നാൽ നിന്റെ ബന്ധങ്ങളെ നീ വിവേചിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് കൂട് കൈമാറുകയാണ്. ഇല്ലെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിന് അതൊരു പോറലായിരിക്കും. ദൂതിലേക്ക് വരാം. തിരുത്താൻ നിങ്ങൾക്കൊരവസരം, തിരുത്താൻ നിങ്ങൾക്കൊരവസരം. നിങ്ങൾ ജീവിച്ചവരാണ്, ഇപ്പോൾ മരിച്ചിരിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരവസരം. എന്താണെന്നറിയാമോ? പ്രതീക്ഷയില്ലാത്ത സർദീസെ,
നിങ്ങളുടെ ഇടയിൽ നിന്നൊരു ശേഷിപ്പ് ഞാൻ കാണുന്നു. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സർവീസേ, നിങ്ങളുടെ ഇടയിൽ ഒരു ശേഷിപ്പ് ഞാൻ കാണുന്നു. ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിന്റെ നടുവിലും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുടെ നടുവിലും ഞാൻ ഇതിനകത്തൊരു ശേഷിപ്പ് കാണുന്നു. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചാരത്തിന്റെ അകത്ത് ചില കനലുകൾ ഞാൻ കാണുന്നുണ്ട്. ചില കനലുകൾ ഞാൻ കാണുന്നുണ്ട്. കുറച്ചു നേരം കൂടെ ഇട്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ കനലും കൂടെ കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ആ കനലും കൂടെ കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നിന്നെ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലെങ്കിലും ഒരു ശേഷിപ്പിന്റെ ചില ഈ ജനത്തിന്റെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം എന്തുകൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കാതെ? ദൈവം എന്തുകൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കാതെ? എന്തുകൊണ്ടാ ദൈവം തകർക്കാതെ? എന്താ കാര്യം? അതിന്റെ അകത്തൊരു ശേഷിപ്പിനെ തെളിവ് ഞാൻ പറയാം. ആ വാക്യം താഴോട്ട് വായിച്ചേ. 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കും. 4-ാമത്തെ വാക്യം. എങ്കിലും എന്റെ ഉടുപ്പ് മലിനമാകാത്ത, ഇതാ ഞാൻ പറഞ്ഞ ശേഷിപ്പ്. ആമേൻ പറ. ഇതാ ശേഷിപ്പ്. ഇനി എന്നെ ശ്രദ്ധിച്ചു. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സർവീസിനോട് ന്യായവിധിയുടെ ദൂത് പറയുമ്പോൾ, നിത്യജീവന്റെ ദൂത് പറയുമ്പോൾ ദൈവം പറയുന്നു, ഒരു ശേഷിപ്പ് ഞാൻ അതിനകത്ത് കാണുന്നു. ആരാന്നറിയാമോ? ഈ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോ തന്നെ ഉടുപ്പിനെ മലിനമാക്കാത്ത, അകത്ത് ജീവനുള്ള ഒരു ശേഷിപ്പ് ഞാൻ കാണുന്നു. അതിനെ ദൈവം വിളിപ്പിച്ച ചാരത്തിന്റെ അകത്ത് ചില കനലുകൾ കെടാതെ കിടപ്പുണ്ട്. എന്തിനാ ഉണരാൻ പറഞ്ഞേ? അതിനെ ഊതി കത്തിക്കാനാണ്. അത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി?
എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? ഇന്ന് പകലിൽ ആ ശേഷിപ്പിന്റെ അകത്ത് ഞാനും നീയും വരണമെന്ന ദൈവാത്മാവ് പറയുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറയുന്നു. ആ ശേഷിപ്പിന്റെ അകത്ത് വരണം. ആ ശേഷിപ്പിന്റെ അകത്ത് വരണം. ഒരിക്കലേ ഓരവും സംഘങ്ങളെല്ലാം ചേർന്ന് മോശയ്ക്കും അഹരോനും ദൈവത്തിനുമെതിരെ പദ്ധതികൾ ഒരുക്കി പിറുപിറുത്ത് മത്സരബുദ്ധിയോടെ നിന്നപ്പോ മോശ ഒരു കാര്യം പറഞ്ഞു: യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കണം. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലാകുന്നു? സ്തോത്രം. അതിന്റെ നടുവിൽ ഒരു ശേഷിപ്പുണ്ടായിരുന്നു. മാറി നിൽക്കാൻ പറഞ്ഞതാ ദൈവത്തിന്റെ ശേഷി. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? മാറി നിന്നത് കണ്ടൊരു കാഴ്ചയുണ്ട്. ഭൂമി പിളർന്ന് സകല എണ്ണം കൂടെ താപ്പോട്ട് പോയി. കോരവിന്റെ പുത്രന്മാരെ കണ്ടു. അവര് ഭയപ്പെട്ട് ദൈവാലയത്തിലേക്ക് ഓടി. ഒരാമേൻ പറയുമ്പോ ഏതൊക്കെ ചൂട്ടങ്ങൾ തുറന്നുന്ന വിധത്തിൽ നിന്നാലും അതിന്റെ അകത്തൊരു ശേഷിപ്പുണ്ടെങ്കിൽ അവനെ അവൻ കൈവിടുന്ന ദൈവമല്ല, അവനെ അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇതിന്റെ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവശബ്ദം? ഞാൻ ആദ്യം പറഞ്ഞ വെളിപ്പാട്, ഈ ബുധനാഴ്ച മീറ്റിംഗിൽ ജീവനുള്ളത് ചേർന്ന് എഴുന്നേക്കണം. രണ്ടാമത് ദൈവം എന്റെ പ്രാർത്ഥന മുറി തന്ന വെളിപ്പാട്, പെന്തക്കോസ്ത് ഗോളത്തിന്റെ അകത്ത്, പുതിയ നിയമ ഇസ്രായേലിന്റെ അകത്ത് ഒരു ശേഷിപ്പിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ശേഷിപ്പില്ലാത്ത പരിവക്കേടിലല്ലേ പോകുന്നത്? അല്ലേ? പെന്തക്കോസ്ത് ഗോളം പോകുന്ന അങ്ങനല്ലേ? പക്ഷെ ദൈവാത്മാവിന്റെ പ്രാർത്ഥനാ മുറി പറഞ്ഞു, മോനെ, എനിക്കിതിന്റെ അകത്തൊരു ശേഷിപ്പ് വേണം. പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്ക്, അതിന്റെ അകത്ത് ഞാനും ഉണ്ടാവണമെന്ന്. അല്ലെ ഉപവസിച്ചിട്ടും പ്രസംഗിച്ചിട്ടും അന്യപാട്ട് പറഞ്ഞിട്ട് കൈയടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ശേഷിപ്പിന്റെ അകത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. 2026 തീരുന്നതിന് മുമ്പ് പ്രാണപ്രിയം വരുമോ എന്ന് നമുക്കറിയത്തില്ല. ലോക സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിനെ വെച്ച് പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായി തോന്നും. അല്പമൊക്കെ ശാന്തമായി നിൽക്കുന്നു എന്ന് കണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനങ്ങൾ കൂരളക്കവും പറ്റിയിട്ടില്ല. ശാന്തമായി നിൽക്കുന്ന അന്തരീക്ഷം വീണ്ടും ശാന്തമല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറാൻ, അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറാൻ അധിക നേരം വേണ്ട. നിങ്ങൾ കണ്ടില്ലേ, ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ അതിന്റെ സ്റ്റാറുകൾ, ലൈറ്റുകൾ, സാന്താക്ലോസ് ഇതൊന്നും വെക്കാൻ പോലും സമ്മതിക്കാതെ, വിൽക്കാൻ പോലും സമ്മതിക്കാതെ ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യ പോകുന്ന പോക്ക് നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടില്ലേ? അവരുടെ പോരാട്ടം ക്രിസ്മസിനോടല്ല, ക്രിസ്ത്യാനിറ്റിയോടാണ്, ക്രിസ്തുവിന്റെ മാർഗത്തോടാണ്. യേശുക്രിസ്തുവിന്റെ ജനനമല്ല ക്രിസ്മസ് എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല. പക്ഷേ ക്രിസ്മസിനോടല്ല അവരുടെ പോരാട്ടം. പിന്നെന്തുവാ? ക്രിസ്തുവിനോട് അവരുടെ പോരാട്ടം.
ക്രിസ്ത്യാനിറ്റിയോട് അവർ പോരാടുന്നത്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്തിനാ? പാലക്കാട് വരെ നമ്മളൊരു സംഭവം കേട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ പാലക്കാട് കരോട് പാടി ചെന്ന സഹോദരങ്ങളെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. സ്തോത്രം. അതിന് പുറകിൽ എന്ത് കാരണമായിക്കൊള്ളട്ടെ, പലവിധമാകുന്ന കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തു ആയിക്കൊള്ളട്ടെ, സ്തോത്രം ചെയ്യും. എന്താ? ദൈവത്തിന്റെ വചനം വെച്ചൊന്ന് പഠിച്ചു നോക്ക്. കർത്താവിന്റെ വരവാസന്നമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഉടുപ്പ് മലിനമാക്കാത്തൊരു കൂട്ടം സർവീസിൽ ഞാൻ കാണുന്നു. നിങ്ങൾക്കറിയാമോ, അവരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ ഒരു അവസരം. ഒരാമേൻ പറ, ഒരാമേൻ പറ. ഒരു ശേഷിപ്പ് അതിന്റെ അകത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരം ഇത് പ്രയോജനപ്പെടുന്നു. ലോകത്തെ നീ ഉള്ളിടത്തോളം കാലം, നിന്റെ കുടുംബം ഉള്ളിടത്തോളം കാലം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കും. അബ്രഹാം ഒരു ചോദ്യം ചോദിച്ചു, ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ദൈവം എന്താ പറഞ്ഞേ? സർവീസിനെ നോക്കി പറയാ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത ഒരു കൂട്ടം, ഒരു ശേഷം ഞാൻ അതിനകത്ത് കാണും. എത്ര പേര് തിരുത്തും? എത്ര പേര് തിരുത്തും? എന്താ തിരുത്തണ്ടേ? എന്താ ദൈവം പറഞ്ഞ ദൂത്? ഉണരുക, ഉണരുക. അതൊരു ദൂതല്ല കേട്ടോ. ഒന്നാമത്തെ തിരുത്തല, രണ്ടാമത്തത് ദൂതല്ല, രണ്ടാമത്തത് കൽപ്പനയാണ്. എന്താ കൽപ്പന? കൽപ്പന എന്താ? ഉണരുക. ചാവാറായ ശേഷിപ്പുകളെ രണ്ട് കൽപ്പനയാ പറയാം. ഒന്ന് ഉണരണം, രണ്ട് ശാക്തീകരിക്കണം. 2026 ദൈവം നമുക്ക് അനുവദിച്ചു തന്നാൽ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു, നീ ഒന്ന് ഉണരണം, രണ്ട് നീ ശക്തിപ്പെടണം. ചെയ്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ദൈവം ചെയ്യിപ്പിക്കുന്ന സാഹചര്യം കൊണ്ടുവരും. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ഇന്ന് പകലി പരിശുദ്ധാത്മാവ് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളോട് ഞാൻ പറഞ്ഞ കൽപ്പന, ഒന്ന് തിരുത്തുക, രണ്ട് കൽപ്പന ഉണരുക, മൂന്ന് വാഗ്ദത്തം. ഒന്ന് തിരുത്തൽ, രണ്ട് കൽപ്പന, മൂന്ന് വാഗ്ദത്തം. എന്തായിരുന്നു വാഗ്ദത്തം? എന്താ വാഗ്ദത്തം? അവിടെ എന്താ എഴുതിയത്? ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസ്തനായി ഉടുപ്പ് മലിനമാക്കാതെ നിന്നവർക്ക് ഞാൻ വെള്ള ഉടുപ്പ് ധരിപ്പിച്ച് അവർ കർത്താവിനോട് കൂടെ നടക്കും. പ്രത്യാശയുള്ളവര് രാമൻ പറഞ്ഞു. പ്രത്യാശയുള്ളവര് രാമൻ പറയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വെള്ള ഉടുപ്പ് വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ്. എന്താ? വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ്. എന്ന് വെച്ച് നിങ്ങൾ കളർ ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് നിങ്ങൾ അശുദ്ധരാണ് എന്നല്ല ഞാൻ പറഞ്ഞു. അശുദ്ധി നിറഞ്ഞ ലോകത്തിന്റെ നടുവിൽ വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ് വെള്ളം. വിശുദ്ധ ബൈബിളും വായിച്ചോ? ഞാൻ അവർക്ക് ചുവന്ന ഉടുപ്പ് കൊടുക്കും, പച്ച ഉടുപ്പ് കൊടുക്കുമെന്നൊന്നും എഴുതി. പിന്നെന്താ എഴുതി? വെള്ള ഉടുപ്പ് കൊടുത്ത് അവരെന്റെ കൂടെ നടക്കും. ഒരാമയം പറയാമോ? ഒരാമയം പറയുമോ? ഒരാമയം പറയാമോ? ഇന്ന് പകലിൽ തിരുത്തി
കൽപ്പന അനുസരിക്കുന്നവനുള്ള വാഗ്ദത്തം. ഹലോ, തിരുത്തി കൽപ്പന അനുസരിക്കുന്നവനുള്ള വാഗ്ദത്തം. നിനക്ക് വെള്ള ഉടുപ്പ് അവൻ നൽകി, അവന്റെ കൂടെ നീ നടക്കുന്ന ഒരു കാലം. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? കാഹളം വാനിൽ ധ്വനിക്കുമ്പോൾ തള്ളപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. സ്തോത്രം, 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 സ്തോത്രം. ഒരു ശേഷിപ്പിന്റെ കൂട്ടത്തിന്റെ അകത്തു നിന്ന് ദൈവം ആ ശേഷിപ്പിനെ എടുക്കുമ്പോൾ നമ്മളുണ്ട്. ഒരാള് പറഞ്ഞ പോലെ, ഏതാ പാസ്റ്റർ? വിശുദ്ധ സഭ. പിന്നെ പാസ്റ്റർ പറഞ്ഞു കാഹളം ധ്വനിക്കുമ്പോ ഒരു കൂട്ടം ഇവിടുന്ന് എടുക്കപ്പെടും, അതാണ് വിശുദ്ധ സഭ. ഇന്ന് ചോദിക്കരുത് ഇന്ന് ഏതാ വിശുദ്ധ സഭയെന്ന് പറയാൻ പറ്റും. വിശുദ്ധ സഭയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ചോദിക്കരുത് കാഹളം ധ്വനിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾക്കറിയാം സഭയ്ക്കകത്ത് വിശുദ്ധമായ സഭ ഏതായിരുന്നു. അതിനെയാണ് ശേഷിപ്പെന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ശേഷിപ്പിന്റെ അകത്ത് കൂടുന്ന, ശേഷിപ്പിന്റെ അകത്ത് എണ്ണപ്പെട്ടവരെ നമ്മൾ അതിന്റെ അകത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒന്ന്, നിന്റെ ജീവിതത്തെ തിരുത്തേണ്ട ഇടങ്ങളെ തിരുത്തി നീ അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ച് തിരുത്തേണ്ടത് തിരുത്തി നീ നിന്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചാൽ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാൻ ഒരു വാഗ്ദത്തമുണ്ട്. വെള്ള ഉടുപ്പ് ധരിപ്പിച്ച് കർത്താവിനോട് കൂടെ നീ നടക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത് കാലമെല്ലാം കഴിയും, ഇന്നു കാലമെല്ലാം കഴിയൂ, കാലമെല്ലാം കഴിയും, ഇന്നു കാലമെല്ലാം കഴിയൂ. പിന്നെ പുതുയുടെ പിരിയോ തിരികെ വരാതെ ഇച്ഛതയിൽ പറയൂ. പിന്നെ പുതുയുടെ പിരിയോ തിരികെ വരാതെ ഇച്ഛതയിൽ പറയൂ. സുരാഗൻ
ദൈവത്തിന്റെ ജീവനുള്ള ഒരു കുടുംബം വേണം. ഏതൊക്കെ വിഷയങ്ങൾ എഴുതേക്ക് വന്നാലും തളർന്നു പോകാത്ത, ക്ഷീണിച്ചു പോകാത്ത, പിന്മാറി പോകാത്ത ഒരു കൂട്ടം ദൈവത്തിന് വേണം. പ്രാർത്ഥിച്ചേ ദൈവത്തിന് ഒരു ശേഷിപ്പ് വേണം. സർദീസിനോട് ദൈവം പറയുന്നു, ഒന്നും തിരിച്ചവസരം, അങ്ങനെ വീട്ടിന്റെ പരിപാത്രത്വമുണ്ട്. ഉടുപ്പ് മലിനമാക്കാത്ത മനുഷ്യർ അവർ വെള്ളയുടുപ്പ് ധരിച്ച് എന്നോടുകൂടെ നടക്കും, അവരെന്നോടുകൂടെ പാർക്കും, അവർ ഇവിടമുള്ളവരുടെ ജീവിതം അവസാനിക്കത്തില്ല. നിത്യമായ ഒരു ജീവനിലേക്ക് അവർക്കൊരവസരം. എത്ര പേര് വിശ്വസിക്കുന്നു? 2025 അവസാന ദിനം ദൈവാത്മാവ് പറയുന്നു, തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തി അനുസരിക്കേണ്ട ദൈവോചനത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയുടെ വാഗ്ദത്തത്തിനായി ദൈവം കണ്ടിരിക്കുന്ന ശേഷത്തിനകത്ത് കർത്താവേ ഞാനും ഉണ്ടാകണമെന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവാത്മാവിൽ ഞാൻ ഇടപെടുക. ചാരത്തിന്റെ ഇടയ്ക്ക് മറഞ്ഞു കിടന്ന ചില കനലുകൾ കല്ലിൽ ഊതുമ്പോൾ കത്തി തുടങ്ങുന്നത് പോലെ ഇന്ന് ദൈവത്തിന്റെ ജീവിതത്തിന്റെ അകത്തൊരാത്മതലം പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. അതിനെ പരാജയപ്പെടുത്തി കളയാതെ ഉണരാൻ ശക്തിപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, അല്പനേരം കൂടെ നീ അങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അതും കെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഊതുന്ന സമയത്ത് നീ അത് ഊതിയാൽ ആ ചെറിയ കനലിൽ നിന്ന് ഒരു തീ കത്തി തുടങ്ങും. എത്ര പേർക്ക് പറഞ്ഞ വെളിപ്പാട് മനസ്സിലാകുകയും ഒരു ഉണർവിന്റെ കാറ്റടിക്കാൻ, ഒരു ഉണർവിന്റെ ഹല്ലേലൂയ അഭിഷേകം വെളിപ്പെടാൻ ദൈവത്തിന്റെ ഒരു പ്രവചന കാലങ്ങൾ പുറകെ കിടപ്പുണ്ട്. ഇന്ന് പകൽ ദൈവം അത് അടിപിടി നടത്തുന്നവനെ കൊണ്ടല്ല ചെയ്യിപ്പിക്കുന്നത്, തമ്മിലടിക്കുന്നവന്മാരെ കൊണ്ടല്ല ദൈവം ചെയ്യിപ്പിക്കുന്നത്, കൊന്നവർ ജീവിക്കുന്നവരെ കൊണ്ടല്ല ദൈവം ചെയ്യിപ്പിക്കുന്നത്. ദൈവം ചെയ്യിപ്പിക്കുന്നത് ഉടുപ്പ് മലിനമാക്കാതെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിതത്തെ തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തി അവന്റെ വാഗ്ദത്തത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരിലൂടെയാണ് അവൻ ആ ഉണർവ് ചെയ്യുന്നത്. രാമൻ പറഞ്ഞാണ്, ഇന്ന് പകലിൽ നമുക്കും അതിലൊരു പങ്കാളിത്തം വഹിക്കാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുൻപോട്ട് അനുനയിപ്പിക്കേണ്ടതിന് ഇന്ന് പകലിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചോണം. കുഞ്ഞു മുതൽ പ്രായമുള്ളവരെ വരെ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചോണം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ഇത് അവസാനത്തെ ദൂതാണ്. 2025 ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് അവസാനത്തെ ദൂതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി ഒരു ദൂതുണ്ടെങ്കിൽ അത് പുതിയ വർഷത്തിന് ദൈവം തരുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചേറ്റെടുക്കുക. കർത്താവേ, എല്ലാ കണ്ണുകളും അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച്, കർത്താവേ, എന്റെ ജീവിതത്തിൽ തിരുത്തേണ്ട ഭാഗങ്ങൾ ഞാൻ ഇന്ന് പകൽ തിരുത്തുന്നു. പ്രാർത്ഥനയിൽ എനിക്ക് മടി വന്നു, ആരാധനയ്ക്ക് പോകാൻ എനിക്ക് മടി വന്നു, ദൈവഗീതമില്ലാത്ത ഇടങ്ങളിലൂടെ ഞാൻ പോയി, വഴികളിലൂടെ പോയി ദൈവഗീതമില്ലാത്ത സംസാരിച്ചു. കർത്താവിനോട് എടുത്ത ചില തീരുമാനങ്ങൾക്കനുസരിച്ച് എന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് പകൽ അത് സമ്മതിക്കുന്നു, ഞാൻ ഇന്ന് പകൽ അത് അംഗീകരിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ.
ഒരവസരം കർത്താവ് തന്നാൽ, കർത്താവ് ഈ വചനത്തിനനുസരിച്ച് എന്റെ ജീവിതത്തെ തിരുത്തി ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ആ മഹത്വീകരണമായ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. നമുക്കൊന്ന് ഏൽപ്പിക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ജെയിംസ് അച്ചാൻ പ്രാർത്ഥിക്കും. എല്ലാ ബുധനാഴ്ചയും പതിവ് പോലെ ഈ പ്രദേശത്തെ ഈ മത്സ്യ ഭവനത്തിൽ കൂടി വരുന്ന കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി കൂട്ടായ്മ പ്രഭാതത്തിൽ സഹായിച്ചുകൊണ്ട് നന്ദി സ്തോത്രം ചെയ്യുന്നു. കടന്നു